ഫ്രോസൺ കോക്കനട്ട് പറഞ്ഞതുപോലെ പൾവറൈസർ വെച്ചിട്ട് നമ്മൾ ഗ്രേറ്റർ കോക്കനട്ട് ആക്കിയിട്ട് ഒന്നുമില്ല അതിന് നമ്മൾ ഗ്ലാസ് ഫ്രീസിങ് ചെയ്യും. ഗ്ലാസ് ഫ്രീസിങ് എന്ന് പറഞ്ഞാൽ -40°C നമ്മൾ ഗ്ലാസ് ഫ്രീസ് ചെയ്ത് 1 മണിക്കൂർ കഴിയുമ്പോൾ ഗ്ലാസ് ഫ്രീസറിന്റെ പ്രൊസീജിയർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ അതിനെ നമ്മൾ ഡീപ് ഫ്രീസറിന് മാറ്റണം. അതായത് -18. ആ -18 ഏകദേശം അതിന്റെ ഷെൽഫിലേക്ക് 304 മാസം വരെ നമുക്ക് ഷെൽഫിലേക്ക് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റെഫ്രിജറേഷൻ ടെമ്പറേച്ചർ. അതായത് 8 to -10°ആണ് റെഫ്രിജറേഷൻ ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചർ വെച്ചാൽ നമുക്ക് ഏകദേശം 4 ദിവസം വരെ അതിന്റെ ഷെൽഫിലേക്ക് കൊടുക്കും. സോ ഇതാണ് ഇതിന്റെ കംപ്ലീറ്റ് പ്രൊസീജിയർ. നെക്സ്റ്റ് മീഡിയ പ്രോസസ്സിംഗ് ഇതെല്ലാം നമ്മുടെ ടെക്നോളജി ആയിട്ട് സോ കോക്കനറ്റിന്റെ മെയിൻ പ്രൊഡക്ട്സ് ആണ് ഇതൊക്കെയാണ്. അപ്പൊ അതൊരു സ്റ്റാൻഡേർഡ് സൈറ്റാണ്. ഇപ്പോൾ സെലക്റ്റീവ് കോക്കനട്ട് പ്രോഡക്ട്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽസ് ആയിട്ടാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് സ്ലൈഡ് പ്രിപ്പറേഷൻ എന്നുള്ളതാണ്. സോ അതിന്റെ സ്റ്റെപ്പ് പ്രൊസീജിയറാണ് പറഞ്ഞത്. ഡീഷനിങ്, പിന്നെ ടെസ്റ്റാണ് പോയി പേരിങ്, വാഷിംഗ്, ഇതൊക്കെ ഒരു സെയിം പ്രൊസീജിയറാണ് റെപ്ലിക്കേഷൻ ആയിട്ട് വന്നത്. ഓർഗനൈസേഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പ്രോസസ്സിംഗ് എന്ന്. അതിന്റെ ഡീറ്റെയിൽ സ്പെസിഫിക് ഇതാണ് പ്രൊസീജിയർ. വെർച്വൽ കോക്കനറ്റ് 4 മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ട്. ഡെസിക്കേറ്റഡ് കോക്കനറ്റ് പറഞ്ഞിട്ടുണ്ട്. 3 years ആണ് അതിന്റെ പ്രൊസീജിയർ. ഇത് ടെൻഡർ കോക്കനറ്റ്. ടെൻഡർ കോക്കനറ്റ് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ സെലക്റ്റീവ് ഈ ഡോർഫ് വെറൈറ്റി, അതായത് വെള്ളം തങ്ങിലുള്ള കോക്കനറ്റിനാകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലുള്ള വെള്ളം കിട്ടും. അതായത് ഒരു ടെൻഡർ കോക്കനറ്റ് തന്നെ ഒരു 500 വരെ ml നമുക്ക് അതിന് കിട്ടും. അത് സെലക്റ്റീവ് ആയിട്ടാണ്. നമ്മൾ അത് ഒന്നുമില്ല, അത് എടുത്തിട്ട് ഫിൽട്രേഷൻ ചെയ്യുക. അതിനായിട്ട് നമുക്ക് അഡിറ്റീവ്സ് എന്തെങ്കിലും മിക്സ് ചെയ്യണമെങ്കിൽ അത് മിക്സ് ചെയ്യുക. മിക്സിന് അതുപോലെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുക. എന്നിട്ട് പാസ്ചറൈസേഷൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ബോട്ടിൽ പാക്കേജിങ് ചെയ്ത് പ്രിന്റൗട്ടിങ് പ്രോസസ് അതേ സെയിം മെഷീനിൽ വെച്ച് ചെയ്യുക. അതായത് ടോട്ടൽ പ്രോജക്ട് കോസ്റ്റിന്റെ 25%. അത് ക്രെഡിറ്റിംഗ് ബാങ്ക് ആൻഡ് സബ്സിഡി പോലാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് നമ്മൾ ബാങ്ക് ലോൺ നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ 1 കോടിയുടെ പ്രോജക്റ്റ് ആണെങ്കിൽ 40% ബാങ്ക് ലോൺ എടുക്കണം. 40 ലക്ഷമെങ്കിലും ബാങ്ക് ലോൺ എടുക്കണം. 25 ലക്ഷം സബ്സിഡിയായിട്ട് കിട്ടും. ടോട്ടൽ പ്രോജക്ട് കോസ്റ്റിന്റെ 25% അതാണ് സബ്സിഡി വരുന്നത്. അപ്പോൾ ബാങ്ക് ലോൺ തിരിച്ചടവിന് നമുക്ക് ഈ സബ്സിഡി ഉപകാരപ്പെടും. അതാണ് നമ്മുടെ പ്രധാനമായിട്ട്. പിന്നെ മാർക്കറ്റിംഗ് ആൻഡ് മാർക്കറ്റ് പ്രൊമോഷൻ, അതായത് നിങ്ങൾക്ക് നാളികേര ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന യൂണിറ്റാണെങ്കിൽ നിങ്ങൾക്ക് വിപണനത്തിന് വേണ്ടിയിട്ട് 50% വരെ സബ്സിഡി കൊടുക്കുന്നുണ്ട്. പരമാവധി 7.5 ലക്ഷം രൂപ വരെ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് വിപണനത്തിന് വേണ്ടിയിട്ട്. അപ്പം അതിനുള്ളിൽ ട്രേഡ് ഫെയർസിന് പങ്കെടുക്കാൻ, എക്സിബിഷനുകൾക്ക് പങ്കെടുക്കാൻ, അതുപോലെ തന്നെ നമുക്ക് ഈ ഫ്ലെക്സ് ബോർഡുകൾ, അഡ്വർടൈസ്മെന്റുകൾ ചെയ്യുന്നതിന് ഇങ്ങനെയുള്ള ചെലവുകൾ നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ചെലവുകളിൽ 50% റീഇംബേഴ്സ്മെന്റ് ബേസിസിലാണ് സബ്സിഡി. ചെലവ് നിങ്ങൾ എടുക്കുക, അത് റീഇംബേഴ്സ് ചെയ്ത് തരും. 7 ലക്ഷം വരെ നമ്മൾ അതിന് കൊടുക്കുന്നുണ്ട് മാർക്കറ്റിംഗ് ആൻഡ് മാർക്കറ്റ് പ്രൊമോഷന് വേണ്ടിയിട്ട്. പിന്നെ നമ്മളുടെ 25% സബ്സിഡിയുടെ ഒരു ബ്രേക്കപ്പാണ്. സാധാരണ NGOസിനും ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്സിനും ഒക്കെ 25%. പരമാവധി 50 ലക്ഷം രൂപയാണ്. അതിപ്പോൾ നമ്മൾ ഉടനെ തന്നെ അത് മാറ്റും, 2 കോടിയിലേക്ക് മാറ്റുന്നുണ്ട്. പരമാവധി സീലിംഗ് ആണ് 50 lakhs എന്ന് പറയുന്നത്. പിന്നെ SC/ST വുമൺ ഫാർമേഴ്സിനാണ് 21.3, ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് UPസിലൊക്കെ 50%. ഇത്രയാണ് നമ്മുടെ സബ്സിഡിയുടെ. നിലവിൽ ഏകദേശം 544 യൂണിറ്റുകൾക്ക് നമ്മുടെ സബ്സിഡി ഓൾ ഇന്ത്യ ബേസിസിൽ കിട്ടുന്നുണ്ട്, CDBയുടെ സബ്സിഡി. അപ്പോൾ അതിനകത്തെ പ്രോഡക്ട്സിന്റെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതലും കണ്ടാൽ മനസ്സിലാവും DC യൂണിറ്റ്സ് ആണ്. അപ്പം മനസ്സിലാക്കാം വിദേശത്തും ഒക്കെ കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ, അതുപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ കോൾഡ് പ്രോസസ്, അതിനും നമ്മുടെ സബ്സിഡി ഒരുപാട് യൂണിറ്റുകൾ 68 യൂണിറ്റുകൾ